മണ്ണുത്തി ഡോൺ ബോസ്കോയിൽ ഒരു ദിവസം പ്രൊവിൻഷ്യൽ അച്ഛനെ ഞാൻ മീറ്റ് ചെയ്തു. അച്ഛൻ എന്നോട് ആദ്യം പറഞ്ഞത് ഇങ്ങനെയാണ്: നീ എഞ്ചിനീയറാണ്, നല്ലൊരു ജോലി നിനക്ക് ലഭിക്കും, അപ്പോൾ പിന്നെ എന്തിനാണ് നീ ഇങ്ങോട്ട് വന്നത്? ദൈവത്തോടെ വിശ്വസ്ത പ്രവർത്തി മുമ്പോട്ട് പോകണം. ഇത് മാത്രമേ ദൈവം പ്രതീക്ഷിക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം നമുക്ക് ദൈവം തരും. എനിക്ക് ലഭിച്ച ഈ വിളി, ദൈവം എന്നെ തിരഞ്ഞെടുത്തത്, എന്നെ ഒരുക്കിയത്, ഇതെല്ലാം വളരെ നന്ദിയോട് കൂടിയിട്ടാണ് എനിക്ക് ഓർക്കാൻ സാധിക്കുന്നത്. ഞാൻ ഫാദർ ജോയ് ജോസഫ് വടക്കുംചേരി സലേഷ്യൻസ് ഓഫ് ഡോൺ ബോസ്കോ സഭയിലെ ഒരു വൈദികനാണ്. ഞാനിപ്പോൾ 20 വർഷമായി വൈദികനായിട്ട്. എൻ്റെ തിരുപ്പട്ടം 2005 ഡിസംബറിലായിരുന്നു. ഞങ്ങൾ വീട്ടിൽ 6 മക്കളാണ്, 3 ആണും 3 പെണ്ണും. ഇപ്പോൾ എൻ്റെ അപ്പച്ചൻ മരിച്ചിട്ട് 12 വർഷമായി. അമ്മ ഇപ്പോഴും ഉണ്ട്, കുറച്ച് രോഗാവസ്ഥയിലൊക്കെയാണ്, എന്നിരുന്നാലും ആൾ സന്തോഷവതിയാണ്. ഞാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കാഞ്ഞൂർ ഫൊറോനയിലെ ഒരംഗമാണ്. കാഞ്ഞൂർ ഫൊറോനയിൽ എടനാട് സെൻറ്റ് മേരീസ് പള്ളി ആണ് എൻ്റെ ഇടവക. ഞങ്ങളുടെ ചെറുപ്പകാലം എല്ലാം ചെലവഴിച്ചതും ആ ഇടവകയിൽ നിന്നാണ്. ആ ഇടവകയിൽ നിന്ന് ലഭിച്ച പ്രോത്സാഹനവും അവിടെ നിന്ന് ലഭിച്ച ആത്മീയ സഹായങ്ങളുമാണ് എന്നെ ഈ നിലയിലേക്ക് എത്തിച്ചത്. ഞാൻ 84-88, അതായത് 1984 1988 തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചു. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിടെക് ഡിഗ്രി ആണ് എനിക്ക് ലഭിച്ചത്. അതിനുശേഷം ഞാൻ 89 എൻ്റെ അപ്രൻറ്റീസ്ഷിപ്പ് ചെയ്തു. അതിനുശേഷം 2 വർഷം കേരളത്തിലും 3-ാമത്തെ വർഷം ബോംബെയിലുമായിട്ടാണ് ഞാൻ ജോലി ചെയ്തത്. അങ്ങനെ 4 വർഷത്തോളം ജോലി ചെയ്തു. ഈ ജോലിയുടെ കാലഘട്ടങ്ങളെല്ലാം എനിക്ക് നല്ല എൻജോയബിൾ കാലഘട്ടമായിരുന്നു. നല്ല സാറ്റിസ്ഫാക്ഷൻ എനിക്ക് ലഭിച്ചു. തീർച്ചയായിട്ടും എൻ്റെ ബിടെക് ഡിഗ്രി എനിക്ക് വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് തന്നെ പറയാം. അങ്ങനെ ഞാൻ ബോംബെയിലായിരുന്നപ്പോൾ അവിടെ ക്രെയിൻ മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരു കമ്പനിയിലായിരുന്നു എനിക്ക് ജോലി. ആ ജോലിയിലും എനിക്ക് നല്ല രീതിയിൽ പങ്കെടുക്കാനായിട്ടും ജോലി ചെയ്യാനായിട്ടും സാധിച്ചു. അവിടുത്തെ ജീവിതം അതാണ് കൂടുതൽ എനിക്കിഷ്ടപ്പെട്ടത്. വളരെ ത്രില്ലിംഗ് ആയിരുന്നു. കൂട്ടുകാർ കൂടിയാണ് താമസിച്ചിരുന്നത്. രാവിലെ തന്നെ 4 മണിക്കൂർ എഴുന്നേക്കും, ഞങ്ങളുടെ ദിവസം ആരംഭിക്കും. അതിനുശേഷം ഭക്ഷണം തയ്യാറാക്കും. അങ്ങനെ ഒരു 8 മണിയോട് കൂടി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങും ജോലിക്ക്. അങ്ങനെ അവിടെ സബർബൻ ട്രെയിനിൽ, അതും ഒരു പുതിയ അനുഭവം തന്നെ. സബർബൻ ട്രെയിനിൽ ജോലിസ്ഥലത്തേക്ക് പോയി തിരിച്ചു വന്ന ഒരവസ്ഥ. വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നടന്നു. ശരിക്കും ആ ലൈഫ് ആസ്വദിച്ചു. എൻ്റെ ഒരു ബന്ധു, എൻ്റെ ഒരു കസിൻ ബോംബെയിലുണ്ട്, HPCL. അപ്പോൾ അവരുടെ വീട്ടിലും ഞാൻ ഇടയ്ക്ക് പോകുമായിരുന്നു. ആദ്യം ഞാൻ താമസിച്ചതും അവരുടെ വീട്ടിലാണ് 6 മാസം. അതിനുശേഷം ഒരു വീട് ശരിയായപ്പോഴാണ് ഞാൻ താമസം മാറി പുതിയ സ്ഥലത്തേക്ക് മാറിയത്. അപ്പോഴാണ് എനിക്ക് 10 ഫ്രണ്ട്സിനെയും കിട്ടിയത്. അങ്ങനെ നല്ല സമാധാനപരമായി സന്തോഷമായി മുന്നോട്ട് പോകുന്ന ജീവിതം. ബോംബെയിൽ എൻ്റെ ജോലി വളരെയധികം സാറ്റിസ്ഫൈഡായിട്ട് ഞാൻ പോവുകയാണ്. ജോലിയേക്കാൾ കൂടുതൽ ഞാൻ ആസ്വദിച്ചത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള ജീവിതമാണ്. വ്യത്യസ്ത സാഹചര്യം, നാട്ടിലെ അന്തരീക്ഷമല്ല, അവരുടെ കൂടെ ജീവിക്കുക എന്നുള്ളത് നല്ല ഒരു അനുഭവമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ജോലി നല്ലൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് വന്നു. എൻ്റെ നാട്ടിലെ ഒരു വ്യക്തി അവിടുത്തെ ബോംബെ പോർട്ട് ട്രസ്റ്റിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു. ആ ഉദ്യോഗസ്ഥനെ ഞാൻ ഒരിക്കൽ കണ്ടുമുട്ടി. ആ വ്യക്തി എന്നോട് പറഞ്ഞു,
ഇങ്ങനെ ഒരു എൻജിനീയേഴ്സിനെ ഫോർട്രസിൽ എടുക്കുന്നുണ്ട്, ജോയിക്ക് അപ്ലൈ ചെയ്യാം, അപ്ലൈ ചെയ്താൽ മാത്രം മതി, ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കൊള്ളാം എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ അതിന് അപ്ലൈ ചെയ്തു. വളരെയധികം പ്രതീക്ഷയോടെ ഞാൻ ആ ജോലിക്ക് വേണ്ടി ഇരിക്കുകയാണ്. പക്ഷേ എന്തുകൊണ്ടോ അല്പകാലം കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു അസ്വസ്ഥതകൾ വന്നു തുടങ്ങി. ബോംബെയിലെ ജോലി ഉദ്യോഗസ്ഥ ജീവിതമാണോ എനിക്ക് ചെയ്യേണ്ടത്, ഇങ്ങനെയെല്ലാം കഴിഞ്ഞാൽ മതിയോ എന്നുള്ള ഒരു ചിന്ത. അത് ഒരു ദിവസം വന്നു. അതിനുശേഷം പലപ്പോഴായിട്ട് അത് എന്നെ അലട്ടിക്കൊണ്ടിരുന്നു എന്ന് തന്നെ പറയാം. എനിക്ക് പക്ഷെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. കാരണം എൻ്റെ ഫ്രണ്ട്സെല്ലാം അവരുടെ ജോലിയിലും അവരുടെ ജീവിതത്തിലും എല്ലാം മുഴുകിയിരിക്കുകയാണ്. അവരുടെ കൂടെ നാം കൂടുമ്പോൾ, ഒന്നിച്ച് നിൽക്കുമ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, ആ ഒരു വാംത്ത് ലഭിക്കും. അങ്ങനെ ഞാൻ തിരിച്ച് ഒരു വർഷം കഴിഞ്ഞ് ലീവിന് നാട്ടിലേക്ക് വന്നപ്പോൾ ആകസ്മികമായിട്ട് എനിക്കൊരു ധ്യാനം കൂടാൻ സാധിച്ചു. എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഈ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇതെല്ലാം ദൈവം മാറ്റിത്തരും, അത്ഭുതകരമായിട്ട് ഇടപെടും. അതുകൊണ്ട് നീ പോയി കോട്ടയിൽ ഒരു ധ്യാനം കൂടണം. അങ്ങനെ അവൻ പറഞ്ഞതനുസരിച്ച് എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് ഞാൻ കോട്ടയ്ക്ക് പകരം മുരിങ്ങൂർ ഒരാഴ്ചത്തെ ധ്യാനമാണ് കൂടിയത്. ആ ധ്യാനത്തിലാണ് എൻ്റെ ജീവിതം മാറ്റിമറിച്ച ഒരു അനുഭവം ഉണ്ടായത്. ആ ധ്യാനത്തിൽ മൂന്നാമത്തെ ദിവസം ഒരു ടോക്ക് ഉണ്ടായിരുന്നു. ഇന്നത്തെ ധ്യാന കേന്ദ്രം ഡയറക്ടർ ഫാദർ ജോർജ് പനക്കൽ അച്ഛനാണ് ആ ടോക്ക് തന്നത്. ആ ടോക്ക് വൈദികരെയും സന്യാസികളെയും ആസ്പദമാക്കിയുള്ളതായിരുന്നു. അവരുടെ ജീവിതം, അവരുടെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാം അച്ഛൻ വിവരിച്ചു തന്നു. അതിനുശേഷം അച്ഛനൊരു വാചകം പറഞ്ഞ് അവസാനിപ്പിച്ചു ടോക്ക്. 1 മണിക്കൂറത്തെ ടോക്ക്. നിങ്ങൾക്ക് അങ്ങനെ അച്ഛനോ സിസ്റ്ററോ ആവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് എഴുതിയിടണം, ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. അന്ന് ഏകദേശം ധ്യാനത്തിന് കൂടിയവർ 8,000-ഓളം പേരുണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾ അവിടെ ബക്കറ്റുകൾ വെച്ചിട്ടുണ്ട്, നിങ്ങൾ തീരുമാനമെടുത്ത് നിങ്ങളുടെ അഡ്രസ്സ് ഞങ്ങൾക്ക് ഇട്ട് തരണം, അവിടെ കുറിച്ച് ഇടണം. അപ്പോൾ മുതൽ അതൊരു ദൈവിക ഇടപെടൽ തന്നെയായിരുന്നു എൻ്റെ ജീവിതത്തിൽ. ഞാൻ കുറച്ച് അസ്വസ്ഥത കൊണ്ടാണ് ഞാൻ പറഞ്ഞിരുന്നു അവരോട്. ആ ദൈവിക ഇടപെടൽ ശക്തമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. അച്ഛൻ വൈദികനാവണം, അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ദൈവം നിശ്ചയിച്ച കാര്യം എന്ന് വീണ്ടും വീണ്ടും ഉള്ളിൽ നിന്ന് ഒരു ശക്തമായ പ്രേരണ എനിക്ക് ലഭിച്ചു. കുറച്ച് സമയമൊന്നുമല്ല, ഞാൻ ഒരു തീരുമാനം എടുക്കണവരെ അത് ശക്തമായിട്ട് തന്നെ എൻ്റെ മനസ്സിലുണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും അതിനെതിരായിട്ടുള്ള ചിന്തകൾ വന്നു. വൈദിക ജീവിതം എനിക്ക് അറിയില്ല, എൻ്റെ ഭാവി എന്താവും. എനിക്കന്ന് 27 വയസ്സാണ്. അപ്പോൾ സാധാരണ അച്ഛനാവാൻ ചേരുന്നത് 15 വയസ്സിലോ 17 വയസ്സിലോ ആണ്. അപ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്യും, എങ്ങനെ ഞാൻ മാനേജ് ചെയ്യും എന്നുള്ള ഒരു വലിയ ചിന്ത എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാൻ നിർബന്ധിതനായി, എൻ്റെ ദൈവിക പ്രേരണ എൻ്റെ ഉള്ളിൽ നിന്ന് ഐ വാസ് കമ്പൽഡ് ടു റൈറ്റ് മൈ നെയിം ആൻഡ് പുട്ട് ഇൻ ദ ബക്കറ്റ്. എൻ്റെ അഡ്രസ്സ് എഴുതി ഇടാനായിട്ട് ഞാൻ നിർബന്ധിതനായി എന്ന് പറയാം. ഞാനല്ല തീരുമാനമെടുത്തത്, ദൈവമാണ് എടുത്തത്. അങ്ങനെ ഞാൻ എൻ്റെ പേര് എഴുതിയിട്ടു. ആ ധ്യാനം കഴിഞ്ഞു. ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് ഈ അനുഭവം എന്നെ സംബന്ധിച്ച് വളരെ വലിയൊരു അനുഭവമായിരുന്നു. പിന്നെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ആ അനുഭവം എൻ്റെ ജീവിതത്തിൽ ഞാൻ സെമിനാറിൽ ചേരുന്നവരെ ശക്തമായിട്ട് തന്നെ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു.
ഞാൻ എൻ്റെ വീട്ടിൽ തിരിച്ചു വന്നു. ഞാൻ അധികം ആരോടും ഇത് ഷെയർ ചെയ്തില്ല, പക്ഷെ ഉള്ളിൽ വളരെ ശക്തമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഇനിയുള്ള തീരുമാനങ്ങളെല്ലാം വളരെ ശ്രദ്ധിച്ച് എടുക്കേണ്ട കാര്യങ്ങളാണ്. കാരണം ദൈവം ഇങ്ങനെ ഒരു പ്രത്യേക വിളി എനിക്ക് തന്നിട്ടുണ്ട്. ഞാനാണ് പ്രതികരിക്കേണ്ടത്, ദൈവത്തെ അനുസരിക്കേണ്ടത്. ഞാൻ അവിടെ കാറ്റക്കിസം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനായിരുന്നു. ഞാൻ ബോംബെക്ക് പോയതുകൊണ്ട് താൽക്കാലികമായിട്ട് അത് നിർത്തി. പക്ഷേ ഒരു ഞായറാഴ്ച പള്ളിയിൽ ചെന്നപ്പോൾ ഞാൻ അവിടെ കുട്ടികളുമായിട്ട് സംസാരിച്ചു. അതിനുശേഷം തിരിച്ചു വരുമ്പോൾ എൻ്റെ നാട്ടിലുള്ള ഒരു വ്യക്തി എന്നോട്, ജോമോൻ എന്താണ് ജോലി? എന്നെ ജോയി എന്ന് വിളിക്കും, ജോമോൻ എന്ന് വിളിക്കും. അതുകൊണ്ടാണ് ഞാൻ ജോമോൻ എന്ന് പറഞ്ഞത്. ജോമോന് ജോലി എന്താണ്? ബോംബെയിലാണല്ലോ, നല്ല ജോലിയാണോ? ഇങ്ങനെ ഇന്ന സ്ഥലത്ത് ഒരു ആലോചനയുണ്ട്, ജോമോൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമുക്കത് ചെയ്യാം, അത് ആലോചിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമല്ല, ദൈവിക ഇടപെടൽ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ചൊരു സാവധാനത്തിലാക്കി ഈ ആളോട് അന്ന് മറുപടി ഒന്നും പറഞ്ഞില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഇത് കുറച്ചുകൂടി സ്പീഡിൽ പോകണം, അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ മാതാപിതാക്കളെ അറിയിക്കാനായിട്ട് ഉള്ള തയ്യാറെടുപ്പാണ്. അങ്ങനെ അറിയിച്ചാൽ എന്താവും എന്നെനിക്കറിയില്ല. ആ സമയത്ത് ഞാൻ എൻ്റെ ഫാദറിനോടും മദറിനോടും പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഒരാദ്യം അതിനെ എതിർത്തു. പക്ഷേ എൻ്റെ നിർബന്ധം, ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, എനിക്ക് കോട്ടയിൽ വെച്ച് മുരിങ്ങൂർ വെച്ച് ഇങ്ങനൊരു അനുഭവം ഉണ്ടായി, എനിക്ക് ഇനി അതിൽ നിന്ന് മാറാൻ സാധിക്കില്ല എന്ന് ഞാൻ തീർത്തും പറയേണ്ടി വന്നു. അപ്പോൾ അവരും അധികം എന്നെ നിർബന്ധിച്ചില്ല. ഒരു കാരണം, വേറെ 5 മക്കളുണ്ടല്ലോ, ഒരാൾ അച്ഛനമ്മ പോയാലും അവർക്ക് നല്ലതായിരിക്കും. എന്തായാലും എനിക്കത് വളരെയധികം ഡിയറാണ് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ. അങ്ങനെ ഞാൻ അതിന് കൂടുതൽ സ്റ്റെപ്പുകൾ എടുക്കാൻ തുടങ്ങി. എൻ്റെ ഒരു അങ്കിള്, ഒരു അച്ഛൻ, വൈദികൻ, നല്ല ധ്യാനഗുരുവാണ്. ആ വൈദികനോട് ഞാനിത് പങ്കുവച്ചു. അപ്പോൾ ആ വൈദികൻ എന്നോട് പറഞ്ഞത്, നിനക്ക് 27 വയസ്സായി, അതുകൊണ്ട് നീ 1 വർഷം കൂടി ബോംബെയിൽ പോയി ജോലി ചെയ്യണം. ജോലി ചെയ്തിട്ട് ഈ ആഗ്രഹം ഉണ്ടെങ്കിൽ നീ എൻ്റെ അടുത്ത് വരിക, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബോംബെയിൽ പോയി. ഒരു എതിർപ്പും പറഞ്ഞില്ല. രണ്ടാമതും അവിടെ 1 വർഷം ചെലവഴിച്ചു. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ചെലവഴിച്ച എല്ലാ ദിവസങ്ങളിലും എനിക്കത് ശക്തമായിട്ടുള്ള ആഗ്രഹം, ഈ ആഗ്രഹത്തിന് ഒരു കുറവുണ്ടായില്ല, കൂടിയേ വന്നുള്ളൂ. അങ്ങനെ ഞാൻ അവിടെ വെച്ചും ഒരു ധ്യാനം കൂടി. കല്യാൺ എന്ന സ്ഥലത്ത് ഞങ്ങൾ 200 പേരായിരുന്നു ആ ധ്യാനത്തിനുണ്ടായിരുന്നത്. അവിടെ വെച്ച് എനിക്ക് ഒരു അനുഭവം ഉണ്ടായി. അനുഭവം മാതാവിൻ്റെ, ഞാനത് കേട്ടിട്ടേ ഉള്ളൂ, സുഗന്ധ അഭിഷേക അനുഭവം. അത് ഞാൻ ശരിക്കും അനുഭവിച്ചു. ഒരു അൽമായ സഹോദരനായിരുന്നു പ്രസംഗം പറഞ്ഞിരുന്നത്. അന്ന് ഒരു ദിവസം, ധ്യാനത്തിൻ്റെ ഒരു ദിവസം, 3 ദിവസം ധ്യാനമായിരുന്നു. ആ ധ്യാനത്തിൽ ഈ അൽമായ സഹോദരൻ പ്രസംഗം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പറയുകയാണ്, ഇപ്പോൾ ശക്തമായിട്ടുള്ള കാട്ടുമുല്ലയുടെ മണം കിട്ടുന്നവർ എഴുന്നേറ്റ് നിൽക്കാൻ. എനിക്ക് കാട്ടുമുല്ല എന്താണെന്ന് അറിയില്ല, പക്ഷെ മണം ഞാൻ ആസ്വദിച്ചു. അതുവരെ കിട്ടാത്ത ഒരു നല്ല സുഗന്ധം. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്നു. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും ഒരു ചിന്ത വന്നു, ഇതാരെങ്കിലും സ്പ്രേ അടിക്കണമായിരിക്കും ചുറ്റും. അതുകൊണ്ട് അങ്ങനെ ആവാം, അങ്ങനെയുള്ള പല ചിന്തകളും നമുക്കുണ്ടാവുമല്ലോ. അപ്പോൾ പക്ഷേ ഒരു കാര്യം എനിക്ക് വളരെ വ്യക്തമായി, അന്ന് ഞങ്ങൾ എഴുന്നേറ്റ് നിന്നത് 200 പേരിൽ 20 പേരാണ്. അപ്പോൾ അവിടെയും ഒരു ദൈവത്തിൻ്റെ ഇടപെടൽ, മാതാവിൻ്റെ മധ്യസ്ഥം എനിക്ക് അനുഭവപ്പെടാൻ സാധിച്ചു. അപ്പോൾ ആ സഹോദരൻ തന്നെ എന്നോട് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് പറഞ്ഞു, ഈ 20 പേരോടുമായിട്ട് ഫുൾ ഓഡിയൻസിനോട് പറഞ്ഞു, ഇത് യേശുവിൻ്റെ സാന്നിധ്യമാണ്, അല്ലെങ്കിൽ മാതാവിൻ്റെ സാന്നിധ്യമാണ്, നല്ല ലക്ഷണമാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ മണം പോയി. പക്ഷെ അത് എൻ്റെ മനസ്സിൽ ഇപ്പോഴും പച്ച പിടിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഈ എല്ലാ അനുഭവങ്ങളും കൊണ്ട് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നു. കാരണം അച്ഛൻ പറഞ്ഞ 1 വർഷത്തെ കാലാവധി കഴിഞ്ഞു. ഞാനത് കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞില്ല, എൻ്റെ ആത്മീയ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഈ 1 വർഷം കൊണ്ട് ദൈവം വരുത്തി. ഒന്നാമതായിട്ട് ദിവ്യബലി
എല്ലാ ദിവസവും ഓൾമോസ്റ്റ് എവറി ഡേ ഐ വാസ് അറ്റൻഡിങ് ദ ഹോളി യൂക്കറിസ്റ്റ്. അവിടെ ബോംബെയിൽ ഇഷ്ടംപോലെ പള്ളികളുണ്ട്. അപ്പോൾ വൈകുന്നേരങ്ങളിൽ എൻ്റെ ജോലി കഴിഞ്ഞ് ഞാൻ കുർബാനയിൽ കൂടിയിട്ടാണ് തിരിച്ചു വന്നിരുന്നത്. ചില ദിവസങ്ങൾ മുടങ്ങിയിട്ടുണ്ടാവും, പക്ഷേ ഓൾമോസ്റ്റ് എവറി ഡേ. അതൊക്കെ ഒരുക്കലായിരുന്നു ദൈവത്തിൻ്റെ, എന്നെ ഒരുക്കുകയായിരുന്നു. എൻ്റെ ജീവിതത്തിൽ തീർച്ചയായിട്ടും യുവാക്കളിൽ, ചെറുപ്പക്കാരിലുണ്ടാകുന്ന കുറച്ച് അശുദ്ധിയും കുറച്ച് ദുശീലങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ വിശുദ്ധി ഉണ്ടാവണം. ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന പൗരോഹിത്യ വൃത്തിയിൽ വിശുദ്ധിയിൽ ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹം, തീവ്രമായിട്ടുള്ള ആഗ്രഹം എന്നിലുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ആദ്യമായി കുർബാനയിൽ സംബന്ധിക്കാൻ എനിക്ക് അനുഗ്രഹം നൽകിയത്. രണ്ടാമതായിട്ട് കുമ്പസാരത്തിലൂടെ എൻ്റെ നഷ്ടപ്പെട്ട വിശുദ്ധി വീണ്ടെടുക്കാനും അങ്ങനെ ആ വിശുദ്ധിയിൽ വളരാനുമായിട്ട് ആ ദുശ്ശീലങ്ങളെല്ലാം പൂർണ്ണമായിട്ട് സാവധാനത്തിലാണെങ്കിലും മാറ്റാനും ദൈവം എനിക്ക് കൃപ നൽകി. അങ്ങനെ നല്ലൊരു രീതിയിൽ ഈ ആശ്രമത്തിൽ ചേരാനുള്ള ഒരു അവസ്ഥ എനിക്ക് ബോംബെയിൽ വെച്ച് ലഭിച്ചു എന്ന് പറയാം. അങ്ങനെ എൻ്റെ ബോംബെയിലത്തെ രണ്ടാമത്തെ വർഷം കഴിഞ്ഞു. അപ്പോൾ ആ വർഷം ഞാൻ ചെലവഴിച്ചത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ്. എൻ്റെ ജോലി എനിക്കുണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാൾ അധികമായിട്ട് ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഭാവിയിൽ ഞാനൊരു വൈദികനാകുമ്പോൾ ഇതിൻ്റെ ഒരുക്കം വേണം. ആ കാര്യമാണ് ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അങ്ങനെ ഞാൻ പറഞ്ഞു, ആ ധ്യാനം കൂടിയിരുന്നു. അത് വലിയൊരു ആത്മശക്തി എനിക്ക് നൽകി. അതിനേക്കാൾ ഉപരിയായിട്ട് വിശുദ്ധ കുർബാനയിലോട്ടുള്ള യേശുവിൻ്റെ സാന്നിധ്യം, വിശുദ്ധ കുമ്പസാരത്തിലൂടെയുള്ള യേശുവിൻ്റെ ശുദ്ധീകരണം എല്ലാം ലഭിച്ച് ദൈവകൃപയാൽ എനിക്ക് നല്ലവണ്ണം ഒരുങ്ങി ബോംബെയിൽ നിന്ന് തിരിച്ചു വരാൻ സാധിച്ചു. ഒരു വർഷം കഴിഞ്ഞു. ഞാൻ എൻ്റെ അച്ഛൻ വഴിയാണ് രണ്ടാമത്തെ വർഷം ഞാൻ ബോംബെയിലേക്ക് പോയത്. അച്ഛനെ സന്ദർശിച്ചു, കാര്യങ്ങളെല്ലാം അച്ഛനോട് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, ഓക്കെ, ഇനി നിനക്ക് മുമ്പോട്ട് പോകാം, വൈദികനാവാനുള്ള ശ്രമം തുടങ്ങാനുള്ള സമയമായി. അങ്ങനെ എല്ലാം യേശു അറേഞ്ച് ചെയ്യുകയാണ്. അച്ഛനെ വിസിറ്റ് ചെയ്തിട്ട് ഒരാൾക്ക് ശേഷം ഞാൻ തൃശ്ശൂർ എൻ്റെ ഒരു ബന്ധുവിൻ്റെ കസിൻ്റെ കല്യാണത്തിന് പോയപ്പോൾ അവിടെ വെച്ച് എൻ്റെ അമ്മയുടെ സഹോദരൻ ഡോക്ടർ കുര്യൻ കണ്ടുമുട്ടാനിടയായി. ഒരു ഡെൻറ്റിസ്റ്റാണ്. ഈ അങ്കിളിനോട് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു. ബൈ ചാൻസ്, എനിക്കറിയില്ലായിരുന്നു അങ്കിള് സഭയിലെ സലേഷ്യൻ സഭയുമായിട്ട് ബന്ധമുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. ഞാൻ നോക്കിയ ഒരു ഡോക്ടർ. ഞാൻ അങ്കിളിനോട് പറഞ്ഞപ്പോൾ അങ്കിള് എന്നോട് പറഞ്ഞു, നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, എനിക്ക് കുറേ അച്ഛന്മാരെ പരിചയമുണ്ട്. എനിക്ക് 27 വയസ്സ് എല്ലാമാണ്, അതുകൊണ്ട് എല്ലാ സഭയും നിന്നെ എടുത്തു എന്ന് വരികയില്ല. പക്ഷേ ഞാൻ നിന്നെ സഹായിക്കാം. എനിക്ക് നല്ല കോണ്ടാക്റ്റ് ഉണ്ട് സലേഷ്യൻ സഭയിലത്തെ അംഗങ്ങളുമായിട്ട്. അങ്ങനെ എൻ്റെ അങ്കിൾ വഴിയായിട്ട് ഞാൻ അന്ന് മണ്ണുത്തി ഡോൺ ബോസ്കോയിൽ ഒരു ദിവസം പ്രൊവിൻഷ്യൽ അച്ഛനെ ഞാൻ മീറ്റ് ചെയ്തു. അച്ഛൻ എന്നോട് പറഞ്ഞു, ഒരു ദിവസം എനിക്ക് തന്നു, ആ ദിവസം ജോലി വരിക, നമുക്ക് സംസാരിക്കാം. അങ്ങനെ അച്ഛൻ പറഞ്ഞ ദിവസം ഞാൻ ചെന്നു. അച്ഛൻ എന്നോട് ആദ്യം പറഞ്ഞത് ഇങ്ങനെയാണ്, നീ എൻജിനീയറാണ്, നല്ലൊരു ജോലി നിനക്ക് ലഭിക്കും, അപ്പോൾ പിന്നെ എന്തിനാണ് നീ ഇങ്ങോട്ട് വന്നത്? അച്ഛനതൊരു തമാശ രൂപത്തിലാണ് പറഞ്ഞത്. നല്ലൊരു ജോലി ലഭിക്കാതെ കൊണ്ടാണ് വന്നിരിക്കുന്നത് എന്ന്. പക്ഷെ ഞാൻ പ്രൊവിൻഷ്യൽ അച്ഛനോട് പറഞ്ഞത് ഇങ്ങനെയാണ്, എനിക്ക് ധ്യാനത്തിനുണ്ടായ അനുഭവം, ആ അനുഭവമാണ് ഇപ്പം എന്നെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ജോലിയുടെ കാര്യത്തിൽ ഞാൻ ലേശവും കൺസേൺഡ് അല്ല. ആ അനുഭവത്തിന് വേണ്ടി ആണ് ഞാൻ ഒരു വർഷം ബോംബെയിൽ ചെലവഴിച്ചത്, എന്നെ തന്നെ ഒരുക്കിയത്.
അതുകൊണ്ട് ഈ അനുഭവമാണ് എന്നെ അച്ഛൻ്റെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. അച്ഛൻ പിന്നെ അധികമൊന്നും സംസാരിച്ചില്ല. എന്നോട് പറഞ്ഞു, ജോയി പ്രീ ഡിഗ്രിയും എല്ലാം കഴിഞ്ഞതുകൊണ്ട് 4-ാമത്തെ വർഷത്തിലേക്ക് ചേരാം. ഞങ്ങൾക്കാകെ 14 വർഷമാണുള്ളത് വൈദിക പരിശീലനം. ഞാനങ്ങനെ 4-ാമത്തെ വർഷം, അതായത് പ്രീ നോവിസിയേറ്റിലേക്ക് ചേർന്നു. അത് 1995 97 ഞാൻ എൻ്റെ ആദ്യ വ്രതം എടുത്തു. സലേഷ്യൻ സഭയിൽ അംഗമായി. അതിനുശേഷം 8 വർഷം കൂടി ഞാൻ പഠിച്ചു. അങ്ങനെ 2005 ഡിസംബർ 31 ആ വലിയ ദിനം കടന്നു വന്നു. അന്ന് ഞാൻ എൻ്റെ മാതൃ ഇടവകയിൽ എടനാട് സെൻറ്റ് മേരീസ് പള്ളിയിൽ മാർ തോമസ് ചക്കിയാത്ത് പിതാവിൻ്റെ കൈവയ്പിലൂടെ വൈദികനായി. ദൈവത്തിൻ്റെ അനന്തകൃപ. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ലഭിച്ച ഈ വിളി, ദൈവം എന്നെ തിരഞ്ഞെടുത്തത്, എന്നെ ഒരുക്കിയത്, ഇതെല്ലാം വളരെ നന്ദിയോട് കൂടിയിട്ടാണ് എനിക്ക് ഓർക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഞാൻ 95 ചേർന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ ബ്രദേഴ്സും ഏകദേശം 10 വയസ്സ് താഴെയായിരുന്നു എന്നെക്കാളും. പക്ഷേ അവരുടെല്ലാം എനിക്ക് നല്ല പ്രോത്സാഹനം ലഭിച്ചു. എല്ലായിടത്തു നിന്നും, എൻ്റെ ബ്രദേഴ്സിൽ നിന്നും, എൻ്റെ അച്ഛന്മാരിൽ നിന്നും. അങ്ങനെ ആണ് 2005 ഞാൻ വൈദികനായിട്ട് അഭിഷിക്തനായത്. അതിനുശേഷം ഇപ്പോൾ 19-20 വർഷത്തോളമായി ഈ നാളുകളിലെല്ലാം നല്ല രീതിയിൽ ദൈവകൃപയാൽ സേവനം ചെയ്യാനായിട്ട് സാധിച്ചു. എൻ്റെ ഭൂരിഭാഗം സേവനവും ഇടവകളിലായിരുന്നു. ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ആലപ്പുഴ രൂപതയിലാണ്. എനിക്ക് നല്ല സംതൃപ്തിയുണ്ട്. കാരണം ദൈവം എന്നെ തിരഞ്ഞെടുത്തു. ആ ജീവിതത്തിൽ എനിക്ക് സന്തോഷം ലഭിക്കുന്നുണ്ട്. ആ സന്തോഷമുള്ളത് കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സാധിക്കും. ആ ഒരു കൃപ ഉള്ളതുകൊണ്ട് എനിക്ക് മുമ്പോട്ട് പോകുവാനായിട്ട് സാധിക്കുന്നു. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. കാരണം നമ്മുടെ എല്ലാം ലക്ഷ്യം സ്വർഗമാണ്. നാം സ്വർഗത്തിൽ എത്തിച്ചേരേണ്ടവരാണ്. ദൈവത്തിൻ്റെ പക്കലാണ് നമ്മുടെ ജീവിതം വേണ്ടത്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ഈ ദൈവവിളികൾ. ദൈവവിളി എന്ന് പറയുമ്പോൾ വിവാഹ ജീവിതം ഒരു ദൈവവിളിയാണ്, പൗരോഹിത്യ ജീവിതം ഒരു ദൈവവിളിയാണ്, സന്യാസ ജീവിതം ഒരു ദൈവവിളിയാണ്. അങ്ങനെ പ്രധാനപ്പെട്ട വിളികൾ. ഇതെല്ലാം നാം സൂക്ഷ്മമായിട്ട് തിരഞ്ഞെടുക്കണം. ആ വിളിയിൽ ദൈവത്തോട് വിശ്വസ്ത പ്രവർത്തി മുമ്പോട്ട് പോകണം. ഇത് മാത്രമേ ദൈവം പ്രതീക്ഷിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് ദൈവം തരും. എനിക്കത് അനുഭവമുണ്ട് വ്യക്തിപരമായിട്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പ്രത്യേകം എനിക്ക് പ്രാർത്ഥിക്കണം. ഇനിയുള്ള ശേഷ ജീവിതകാലവും ഇതുപോലെ തന്നെ ദൈവമഹത്വത്തിനായിട്ട്, ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ട് പ്രവർത്തിച്ച് സ്വർഗത്തിൽ എത്തിച്ചേരാനായിട്ട്, നിങ്ങളുടെ എല്ലാവരെയും കൂടെ സ്വർഗത്തിൽ എത്തിച്ചേരാനായിട്ടുള്ള അനുഗ്രഹത്തിനായിട്ട് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കാം എന്ന് ഉറപ്പ് തരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. യേശുവേ